കുവൈറ്റിലെ പ്രധാന വൈദ്യുതി കുടിവെള്ള ഉൽപാദന പ്ലാന്റിന് നേരെ 2 ദിവസത്തിനിടെ രണ്ടാം തവണയും ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ വീണ്ടും വൻ തീപിടുത്തമുണ്ടായതായി വൈദ്യുതി ജലം പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തുടർച്ചയായ ആക്രമണം രാജ്യത്തെ നിരവധി വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് അടിയന്തര കർമ്മ പദ്ധതികൾ സജീവമാക്കുകയും രാജ്യത്തെ മൊത്തം വൈദ്യുതി ഗ്രിഡിന്റെ സ്ഥിരത നിലനിർത്താനുള്ള പ്രതിരോധ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുകയും ചെയ്തു. അപകടമുണ്ടായ ഉടൻ തന്നെ എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനും നിയന്ത്രണ വിധേയമാക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് മന്ത്രാലയത്തിന്റെ സാങ്കേതിക വിഭാഗം പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തകരാറിലായ യൂണിറ്റുകൾ എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ വൈദ്യുതി വിതരണ സംവിധാനത്തിന്റെ സ്ഥിരത ഉറപ്പാക്കാനും തടസ്സമില്ലാതെ സേവനം നൽകാനും സാങ്കേതിക വിദഗ്ധർ 24 മണിക്കൂറും സജീവമായി രംഗത്തുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗ്രിഡ് സൂചകങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും പവർ നെറ്റ്വർക്കിനുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതം പരമാവധി കുറയ്ക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ആദ്യം ഇറാൻ ആക്രമണമുണ്ടായ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി ഡോക്ടർ സുബൈഹ് അൽ മുഖൈസീം സന്ദർശിച്ചു. കുവൈറ്റ് ഫയർഫോഴ്സുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും ഏകോപിപ്പിച്ച് അടിയന്തര സേനാ വിഭാഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. അടിയന്തര സേവനം, അഗ്നിശമന വിഭാഗം, എഞ്ചിനീയറിംഗ്, സാങ്കേതിക വിഭാഗം എന്നിവരുടെ പ്രവർത്തനങ്ങളെ അൽ മുഖൈസീം പ്രശംസിച്ചു. അവരുടെ വേഗത്തിലുള്ള പ്രതികരണത്തെയും കാര്യക്ഷമമായ കൈകാര്യത്തെയും അഭിനന്ദിച്ച അദ്ദേഹം അറ്റകുറ്റപ്പണികൾ തുടരാൻ നിർദ്ദേശിച്ചു. 6 മണിക്കൂർ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ സംഘങ്ങൾ വിജയകരമായി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം സാങ്കേതിക സംഘങ്ങൾ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിലും ബാധിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലും തുടരുകയാണ്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം 9ാം ദിവസവും അയവില്ലാതെ തുടരുകയാണ്. ഇറാനിലേക്ക് US നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ജോർദാനിലെ അഖബ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന US-ന്റെ C-17 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും P-8 നിരീക്ഷണ വിമാനങ്ങൾക്കും നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. കൂടാതെ അൽ അസ്രഖ് വ്യോമത്താവളത്തിൽ US സൈനികർ ഉപയോഗിച്ചിരുന്ന 20 താവളങ്ങൾ പൂർണ്ണമായും തകർത്തതായും IRGC അവകാശപ്പെട്ടു. തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ഹൂർമൂജ് നഗരത്തിൽ US വ്യോമാക്രമണം നടന്നതായി പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. നഗരത്തിലെ ഒരു പ്രത്യേക പ്രദേശം ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കൻ ആക്രമണം. ബോംബാക്രമണത്തെ തുടർന്ന് നഗരത്തിന്റെ വലിയൊരു ഭാഗത്തും സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ശേഷം ഇതുവരെ 16 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇറാനെതിരായ റഷ്യൻ ഉപരോധ ബില്ലിൽ ഇറാനെ കൂടി ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുന്നതായും അവർക്ക് ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ കഴിയില്ലെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയതിനെ കാര്യമാക്കുന്നില്ല എന്നും സൈനികരുടെ മരണം ദുഃഖകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.